നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി ഹറംകാര്യ വിഭാഗം. ഇഫ്താർ ഒരുക്കുന്നവർ നേരത്തെ അനുമതി വാങ്ങണം. ഭക്ഷണ പാക്കിങ്ങുകളിൽ പരസ്യങ്ങളോ മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങളോടെയുള്ള പ്രിന്റുകളോ പാടില്ല എന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. റമദാനിൽ മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ വിശ്വാസികൾക്ക് ഇഫ്താർ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമായിരിക്കും ഇഫ്താറിന് അനുമതി നൽകുകയെന്നും ഉയർന്ന ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ വിതരണം ചെയ്യാവൂ എന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഇഫ്താർ ഉദ്ദേശിക്കുന്നവർ നേരത്തെ രജിസ്റ്റർ ചെയ്യുകയും പെർമിറ്റ് എടുക്കുകയും വേണം. അപേക്ഷയോടൊപ്പം വാണിജ്യ രജിസ്ട്രേഷന്റെ കോപ്പി, വിതരണ പദ്ധതിയുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ സമർപ്പിക്കണം. അപേക്ഷ ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ ഹറംകാര്യ വിഭാഗത്തിന്റെ മറുപടി ലഭിക്കും. ഇഫ്താർ വിതരണത്തിൽ ശരീഅത്ത് നിയമങ്ങളും ആരോഗ്യവും സുരക്ഷാ ചട്ടങ്ങളും പാലിക്കണം. അനുവദിക്കപ്പെട്ട ഏരിയയിൽ മാത്രമേ ഇഫ്താർ വിതരണം ചെയ്യാൻ പാടുള്ളൂ. ഹറംകാര്യ വിഭാഗം നിർദ്ദേശിക്കുന്ന ഭക്ഷണം മാത്രമേ വിഭവങ്ങളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. വിതരണം ചെയ്യുന്നവരിലോ പാക്കിങ്ങിലോ ഒരു തരത്തിലുള്ള പരസ്യവാചകങ്ങളോ പ്രവർത്തനങ്ങളോ അനുവദിക്കില്ല. നിയമലംഘകർക്കെതിരെ പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. കുവൈറ്റിൽ അനധികൃത തൊഴിലാളികളെ പിടികൂടാൻ ശക്തമായ നടപടികൾ തുടരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ മുത്തല ഏരിയയിൽ നടത്തിയ പരിശോധനയിൽ 168 തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ 130 പേർ ഗാർഹിക തൊഴിലാളികളും 38 പേർ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുമാണ്. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കും തൊഴിൽ ദാതാക്കൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിനായി ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്നും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. രാജ്യത്തെ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബാഗ് നൽകാനൊരുങ്ങി ദുബായ് കെയർസ്. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെയാണ് ഈ നടപടി. 10,000 നിർധന വിദ്യാർത്ഥികൾക്കാണ് ബാഗ് നൽകുക. പുതിയ അധ്യയന വർഷം അടുത്തയാഴ്ച തുടങ്ങാനിരിക്കെയാണ് നടപടി. ഇയർ ഓഫ് കമ്മ്യൂണിറ്റി വർഷാചരണത്തിന് പിന്തുണയർപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 10,000 നിർധന വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്ന് ദുബായ് കെയർസ് അറിയിച്ചു. പുസ്തകം, പേന, പെൻസിൽ എന്നിവയടങ്ങിയതാണ് ബാഗ്. അൽദാർ പ്രോപ്പർട്ടീസുമായി സഹകരിച്ചാണ് ബാഗ് വിതരണം നടത്തുക. അൽ ഇസാൻ ചാരിറ്റി അസോസിയേഷൻ റാസൽ ഖൈമ, ഇത്തിഹാദ് ചാരിറ്റി ഫൗണ്ടേഷൻ, നാഷണൽ ചാരിറ്റി സ്കൂൾ ഷാർജ, അജ്മാൻ, ഹെമായ സ്കൂൾ ദുബായ് ഉൾപ്പെടെയുള്ളവ മുഖേനയാണ് വിതരണം നടത്തുക എന്ന് ദുബായ് കെയർസ് സിഒഒ അബ്ദുള്ള അഹമ്മദ് അൽ ഷഹി പറഞ്ഞു. പദ്ധതിയുടെ വിജയത്തിനായി 450ഓളം വോളണ്ടിയർമാരാണ് പ്രവർത്തിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. പ്രവാസി നീതിമേള 2025 ബുക്ക്ലെറ്റ് പ്രകാശനം അബുദാബിയിൽ നടന്നു. അബുദാബിയിലെ ലുലു ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ VI സലീമാണ് ബുക്ക്ലെറ്റ് പ്രകാശനം നിർവഹിച്ചത്. പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി മോഡേൺ സർവീസ് സൊസൈറ്റിയുമായി സഹകരിച്ച് അടുത്ത മാസം 21-ന് ദുബായ് പേയ്സ് മോഡേൺ ബ്രിട്ടീഷ് സ്കൂളിലാണ് പരിപാടി നടക്കുക. പ്രവാസികൾ നേരിടുന്ന വിവിധ നിയമപ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങളും സഹായങ്ങളും നൽകുന്ന പരിപാടിക്ക് അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും അടങ്ങിയ ടീം നേതൃത്വം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസസ് UAE പ്രസിഡന്റ് KK അഷ്റഫ്, ഭാരവാഹികളായ ബിജു പാപ്പച്ചൻ, PH ഹുസൈൻ, NA അബ്ദുൽ കരീം, KH താഹിർ, ലുലു ഗ്രൂപ്പ് പ്രോജക്ട് ഡയറക്ടർ TP അബൂബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോക മാനുഷിക ദിനത്തിൽ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി ദുബായ് GDRFA. ദുബായ് അൽ ജലീല ആശുപത്രിയിലെ രോഗികൾക്കിടയിലേക്ക് സമ്മാനവുമായി എത്തിയാണ് വകുപ്പ് വേറിട്ട കാഴ്ചയൊരുക്കിയത്. നിശ്ചയദാർഢ്യ വിഭാഗക്കാർ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച വസ്തുക്കളാണ് രോഗികൾക്ക് സമ്മാനമായി നൽകിയത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് മനോഹര സംരംഭം ഒരുക്കിയത്. റാപ്പിഡ് വിത്ത് ലവ് അഥവാ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് എന്ന പേരിലാണ് സ്നേഹം നിറച്ച് സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതി നടപ്പാക്കിയത്. അൽ ജലീല ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് വേറിട്ട പദ്ധതിക്ക് വേദിയായത്. ആശുപത്രിയിൽ അതിഥികളായെത്തിയ നിശ്ചയദാർഢ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്വന്തം കൈകൊണ്ട് കുട്ടികൾക്കായി സമ്മാനങ്ങൾ തയ്യാറാക്കി. വർണ്ണക്കടലാസുകളിൽ ഓരോ സമ്മാനവും അവർ അതീവ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും പൊതിഞ്ഞെടുത്തു. പിന്നീട് ഓരോ വാർഡുകളിലെത്തി നേരിട്ട് സമ്മാനങ്ങൾ കൈമാറി. ദുബായ് പ്രഖ്യാപിച്ച ഇയർ ഓഫ് കമ്മ്യൂണിറ്റിക്ക് പിന്തുണയർപ്പിച്ചാണ് പരിപാടി നടന്നത്. മനുഷ്യനാണ് ആദ്യമെന്ന തങ്ങളുടെ തത്വത്തിന്റെ പ്രതിഫലനമാണ് ഈ സംരംഭമെന്ന് GDRFA ദുബായിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അബ്ദുൾ സമദ് ഹുസൈൻ അൽ ബലൂഷി പറഞ്ഞു.
ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിശ്ചയദാർഢ്യമുള്ളവരെ ഉൾപ്പെടുത്തുന്നത് അവരെ കൂടുതൽ കരുത്തരാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിശ്ചയദാർഢ്യമുള്ളവരെ ഉൾപ്പെടുത്തുന്നത് അവരെ കൂടുതൽ കരുത്തരാക്കുക മാത്രമല്ല, സമൂഹത്തിന്റെ മൂല്യങ്ങളെ ദൃഢമാക്കുക കൂടിയാണ് ചെയ്യുക എന്ന് CDA സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് കെയർ സെക്ടർ CEO ഹാരിസ് അൽ മുർബിൻ ഹാരിസ് പറഞ്ഞു. നേരത്തെയും ഇത്തരം വ്യത്യസ്തമായ പരിപാടികളുമായി GDRFA മാതൃകയായിട്ടുണ്ട്. 24 ദുബായ്. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സൗദിയിലെ ഹായിലിൽ 7 സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ബർസാൻ ഡെർബി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. അഫ്സൽ കായംകുളം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിവിധ സംഘടനാ പ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. മിദ്ലാജ് 7 സ്റ്റാറിനെ മികച്ച കളിക്കാരനായും സിദ്ദിഖിനെ ടോപ്പ് സ്കോററായും തെരഞ്ഞെടുത്തു. ജിദ്ദയിൽ നടന്നുവരുന്ന 6ാമത് അബീർ ബ്ലൂ സ്റ്റാർ സോക്കർ ഫെസ്റ്റിൽ കഴിഞ്ഞയാഴ്ച നടന്ന മത്സരങ്ങളിൽ സൂപ്പർ ലീഗിലെ വിവിധ ഡിവിഷനുകളിൽ ACCA, യാസ് FC, ഫ്രണ്ട്സ് ജിദ്ദ ക്ലബ്ബുകൾ വിജയിച്ചു. വെറ്ററൻസ് വിഭാഗത്തിൽ ബ്ലാസ്റ്റേഴ്സ് FC ഫൈനലിൽ പ്രവേശിച്ചു. മുഖ്യാതിഥിയായി പങ്കെടുത്ത KPCC അംഗം ആദം മുൽസി കളിക്കാരെ പരിചയപ്പെട്ടു. അടുത്ത വെള്ളിയാഴ്ച 4 മത്സരങ്ങൾ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ആദ്യ മത്സരത്തിൽ അണ്ടർ 17 ജൂനിയർ വിഭാഗത്തിൽ ടാലന്റ് ടീംസ് അക്കാദമി സ്പോർട്ടിംഗ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. B ഡിവിഷൻ മത്സരങ്ങളിൽ ന്യൂകാസിൽ FC ACC B ടീമുമായും BFC ബ്ലൂ സ്റ്റാർ സീനിയേഴ്സ് IT സോക്കറുമായും ഏറ്റുമുട്ടും. സൂപ്പർ ലീഗിലെ നിർണായക മത്സരത്തിൽ സബീൻ FCയും റീം റിയൽ കേരളയും ഏറ്റുമുട്ടും. ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് സ്ട്രീറ്റ് അൽ റുസൂഫ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സൗദിയിൽ OICC അൽ ഖസീം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുറൈദയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. അബ്ദുൾ റഹിമാൻ തിരൂർ പതാക ഉയർത്തി. ജോസഫ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിൽ നടന്ന സംഗീത വിരുന്നിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനം സജ്ജി ജോബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടന്ന പ്രതിജ്ഞയ്ക്ക് നജ്മുദ്ദീൻ കുട്ടമ്പൂർ നേതൃത്വം നൽകി. അനീഷ് ചുഴലി, സുധീർ കായംകുളം, PPM അഷ്റഫ്, ഷിയാസ് കണിയാപുരം തുടങ്ങിയവർ സംസാരിച്ചു. OICC അൽ ഖസീം സെൻട്രൽ കമ്മിറ്റിയുടെ സേവനശ്രേഷ്ഠ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ പള്ളിപ്പറമ്പിൽ ഷെരീഫിന് സമ്മാനിച്ചു. ജിദ്ദയിൽ OICC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വോട്ട് ചോരി ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഘടകകക്ഷിയെപ്പോലെ പ്രവർത്തിക്കുകയാണെന്നും ഇതിനെതിരെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ജനാധിപത്യ മതേതര കക്ഷികൾ ഒന്നിക്കണമെന്നും ടേബിൾ ടോക്കിൽ പങ്കെടുത്ത വിവിധ സംഘടനാ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് ഹക്കീം പാറക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി KPCC അംഗം ആദം മുൽസി ഉദ്ഘാടനം ചെയ്തു. ഇഖ്ബാൽ പൊക്കുന്ന വിഷയം അവതരിപ്പിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. അസ്ഹാബ് വർക്കല സ്വാഗതവും ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു. UK നടന്ന റാഷ്ഫോർഡ് എൻഡുറൻസ് 120 കിലോമീറ്റർ കുതിരയോട്ട മത്സരത്തിൽ വൻ പങ്കാളിത്തം. മത്സരത്തിൽ ബഹ്റൈൻ രാജാവിന്റെ മാനുഷിക പ്രവർത്തന യുവജനകാര്യ പ്രതിനിധിയും റോയൽ എൻഡുറൻസ് ടീം ക്യാപ്റ്റനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ വിജയിച്ചു. ബഹ്റൈൻ സുപ്രീം കൌൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ, സുപ്രീം കൌൺസിൽ ഫോർ എൻവയോൺമെന്റ് വൈസ് പ്രസിഡന്റും റാഷിദ് ഇക്വസ്ട്രിയൻ ആൻഡ് ഹോഴ്സ് റേസിംഗ് ക്ലബ് ഹൈ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനും സുപ്രീം കൌൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് അംഗവുമായ ഷെയ്ഖ് ഫൈസൽ ബിൻ റാഷിദ് അൽ ഖലീഫ എന്നിവരും മത്സരം കാണാൻ എത്തിയിരുന്നു. UAEയിൽ സ്വർണത്തിനും വെള്ളിയിലും നിക്ഷേപിക്കാൻ അവസരം നൽകുന്ന മൊബൈൽ ആപ്പായ ഓ ഗോൾഡിന് ശരിയ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഇസ്ലാമിക ധനമിടപാട് ചട്ടങ്ങൾ പാലിക്കുന്നതാണ് ഓ ഗോൾഡ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് സർട്ടിഫിക്കറ്റ്. സ്വർണവും വെള്ളിയും മാത്രം ഉപയോഗിച്ചുള്ള തങ്ങളുടെ ഓരോ ഇടപാടും സുതാര്യവും ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് മുക്തവുമാണെന്ന് ഓ ഗോൾഡ് അധികൃതർ പറഞ്ഞു. ശരിയ സർട്ടിഫിക്കേഷൻ വലിയൊരു ബഹുമതിയാണെന്ന് കമ്പനി സ്ഥാപകൻ ബന്ദർ അൽ ഉത്മാൻ പറഞ്ഞു. പാർട്ടിയെ പിടിച്ചുലച്ച കത്ത് ചോർച്ച വിവാദത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ CPIM തനിക്കും മകനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ മുഹമ്മദ് ഷെർഷാദിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു. പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്നുവെന്ന ആരോപണവും വക്കീൽ നോട്ടീസിൽ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ നിരവധി തവണ പരാതി ലഭിച്ചിട്ടും രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയാക്കിയത് എങ്ങനെ എന്നതിൽ നേതൃത്വത്തിന് ഇപ്പോഴും ഉത്തരമില്ല. വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചത്.
PBക്ക് നൽകിയ പരാതി താനും മകനും ചേർന്നാണ് ചോർത്തി നൽകിയെന്ന ആക്ഷേപം മാനഹാനി ഉണ്ടാക്കുന്നതും പൊതുപ്രവർത്തകർ എന്ന നിലയിൽ സമൂഹത്തിലുള്ള മാന്യത ഇല്ലാതാക്കാനുള്ള ശ്രമവുമാണെന്നാണ് വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നോട്ടീസ് ലഭിച്ച് 3 ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം. ആരോപണം പിൻവലിച്ചും ഖേദം പ്രകടിപ്പിച്ചും പൊതുപ്രസ്താവന നടത്തണം. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകളെല്ലാം മായ്ച്ചു കളയണം എന്നീ ആവശ്യങ്ങളും നോട്ടീസിൽ ഉന്നയിച്ചിട്ടുണ്ട്. അല്ലാത്തപക്ഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. PBക്ക് നൽകിയ പരാതി പരാതിക്കാരൻ തന്നെ മാധ്യമങ്ങൾക്കും അടുപ്പമുള്ളവർക്കും നൽകിയിട്ടുള്ളതാണെന്ന വാദവും നോട്ടീസിലുണ്ട്. പൊതുമധ്യത്തിൽ ലഭ്യമായ പരാതി ചോർന്നതെന്ന ആരോപണം നോട്ടീസ് നിഷേധിക്കുന്നു. ഇതേ വാദമാണ് ഇന്നലെ രാജേഷ് കൃഷ്ണയും ഉന്നയിച്ചത്. പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോഴും ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയ്ക്ക് എങ്ങനെയാണ് സംരക്ഷണം കിട്ടിയ ചോദ്യത്തിന് ഇപ്പോഴും നേതാക്കൾക്ക് ഉത്തരമില്ല. ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ്. അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. രാജേഷ് കൃഷ്ണയെ അറിയില്ലെന്ന് ഈ ആരോപണ വിധേയരായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിർണായക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെങ്കിലും സംസ്ഥാന സെക്രട്ടറിയെ പ്രതിരോധിക്കാൻ നേതാക്കൾ സജീവമായി രംഗത്തുണ്ട്. ഈ കത്ത് വിവാദവും അല്പായുസ് മാത്രമുള്ള ഒരു കാര്യമായി കെട്ടടങ്ങും. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് കത്ത് ചോർച്ച വിവാദമെന്ന ആക്ഷേപവും CPM ഉയർത്തുന്നുണ്ട്. പരാതിയെക്കുറിച്ച് EP ജയരാജൻ വിളിച്ചന്വേഷിച്ചതായി മുഹമ്മദ് ഷർഷാദ് സ്ഥിരീകരിച്ചു. രാജേഷ് കൃഷ്ണയുമായുള്ള അടുത്ത ബന്ധമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താൻ കാരണമെന്ന ആക്ഷേപമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഉയരുന്നത്. 24 തിരുവനന്തപുരം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ പങ്കെടുത്തു. The opposition parties have nominated Sri B Sudarshan Reddy Garu as their joint candidate. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഇന്ത്യ മുന്നണി നേതാക്കൾ യോഗം ചേർന്നത്. ഖർഗെ തന്നെയാണ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത്. ഐകകണ്ഠമായാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന നേതാക്കൾ. ഭരണഘടനാ സംരക്ഷണത്തിനുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ പ്രഗത്ഭ ഭരണഘടനാ വിദഗ്ധനെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നാണ് വിശദീകരണം. ആന്ധ്ര സ്വദേശിയായ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ NDAയിലുള്ള TDPയെ ആശയക്കുഴപ്പത്തിലാക്കാമെന്നും ഇരു മുന്നണിയിലുമില്ലാത്ത YSR കോൺഗ്രസിന്റെ പിന്തുണ നേടാനാകുമെന്നും ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നു. എന്നാൽ പിന്തുണ CP രാധാകൃഷ്ണൻ എന്ന YSR കോൺഗ്രസ് വ്യക്തമാക്കി. ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകും. രാവിലെ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ പങ്കെടുത്തു. നാളെ രാവിലെ 11-ന് CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകും. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ കൂട്ടുകെട്ടാണെന്ന ആരോപണം ആവർത്തിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയിലാണ് രാഹുൽ വിമർശനം ആവർത്തിച്ചത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പ്രവർത്തിക്കുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. ബീഹാറിലെ നളന്ദ, നവാഡ മണ്ഡലങ്ങളിലാണ് 3-ാം ദിനം യാത്ര. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരെ നേതാക്കൾ കണ്ടു. സാധാരണക്കാരെ അഭിവാദ്യം ചെയ്ത് യാത്ര മുന്നോട്ട്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുമിച്ച് സാധാരണക്കാരുടെ വോട്ടുകൾ വെട്ടുന്നു. ആദ്യം വോട്ട് പോകും, പിന്നാലെ റേഷനും. അംബാനിയുടേതും അദാനിയുടേതുമല്ല, ഈ രാജ്യം കർഷകരുടെയും പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും കൂടിയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരെ പോലും ഇപ്പോൾ മരിച്ചവരായി പ്രഖ്യാപിക്കുന്നു. ബീഹാറിൽ നിന്ന് സർക്കാരിനെ പുറത്താക്കണം. പുതിയ ബീഹാർ നമ്മൾ ഭരിക്കുമെന്ന് തേജസ്വി യാദവ്. 3-ാം ദിനം പൊതുസമ്മേളനത്തോടെ അവസാനിക്കുന്ന യാത്ര മറ്റന്നാൾ പുനരാരംഭിക്കും. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര 60 മണ്ഡലങ്ങളിലൂടെ കടന്നുപോകും. ബീഹാറിൽ നിന്ന് ക്യാമറാമാൻ ജിതേന്ദ്രനൊപ്പം വിനീത VG 24. കനത്ത മഴയിൽ വിറങ്ങലിച്ച് മുംബൈ മഹാനഗരം. നഗരത്തിൽ പ്രളയസമാന സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനത്തിന് പലയിടത്തും സൈന്യം രംഗത്തിറങ്ങി. റോഡ് റെയിൽ ഗതാഗതം നിലച്ചു. 400-ലേറെ വിമാന സർവീസുകളാണ് വൈകിയത്. അടുത്ത 2 ദിവസം മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്.
24 മണിക്കൂറിനിടെ 250 മില്ലിമീറ്ററിലധികം മഴയാണ് മുംബൈ നഗരത്തിൽ പെയ്തത്. പെരുമഴപ്പെയ്ത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജനം വലഞ്ഞു. വാഹനങ്ങൾ വെള്ളത്തിൽ തകരാറിലായി. പലയിടത്തും ക്രെയിൻ സർവീസ് എത്തി വാഹനങ്ങൾ കെട്ടിവലിക്കേണ്ടി വന്നു. മുംബൈയിലെ മിത്തി നദിക്ക് സമീപമാണ് കുർള വെസ്റ്റിലെ ക്രാന്തി നഗർ. രാവിലെ 6 മണിയോടെയാണ് നദി കര കവിഞ്ഞു തുടങ്ങുകയും വീടുകൾക്കുള്ളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയും ചെയ്തത്. ഏതാണ്ട് 5 അടി വരെ വെള്ളം ഉയർന്നു എന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ട്രാക്കുകളിൽ വെള്ളം നിറഞ്ഞതോടെ മുംബൈയിലെ സബർബൻ ട്രെയിൻ സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഹാർബർ സെൻട്രൽ ലൈനുകളിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. 400-ലേറെ വിമാന സർവീസുകളും വൈകി. അഹമ്മദാബാദ് മുംബൈ ദേശീയപാതയിലും വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ബോംബെ ഹൈക്കോടതി ഉച്ചയോടെ ഇന്നത്തെ കോടതി നടപടികളെല്ലാം അവസാനിപ്പിച്ചു. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും മുംബൈ കോർപ്പറേഷൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിൽ സുപ്രീംകോടതിയിൽ വാദം തുടങ്ങി. സുപ്രീംകോടതി വിധിയിൽ പൊരുത്തക്കേടുണ്ടെന്നും വിധി രാഷ്ട്രപതിയുടെ കൈകൾ ബന്ധിക്കുന്നതിന് തുല്യവുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. റഫറൻസിനെ കേരളവും തമിഴ്നാടും എതിർത്തു. രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കുമോ എന്നതിലായിരുന്നു സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പ്രാഥമിക വാദം കേട്ടത്. റഫറൻസിനെ കേരളവും തമിഴ്നാടും ശക്തമായി എതിർത്തു. സുപ്രീംകോടതി വിധി മറികടക്കാനാണ് റഫറൻസിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് കേരളം. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് രാഷ്ട്രപതിയുടെ ചുമതലയെന്നും കേരളം വാദിച്ചു. രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് തമിഴ്നാട് വാദിച്ചു. റഫറൻസിനെ അനുകൂലിച്ച് വാദമുന്നയിച്ച കേന്ദ്രം വിധി ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. വിധി രാഷ്ട്രപതിയുടെ കൈകൾ ബന്ധിക്കുന്നതിന് തുല്യമെന്നും ബില്ലിൽ അനുമതി നൽകണോ വേണ്ടയോ എന്ന രാഷ്ട്രപതിയുടെ അധികാരത്തിലേക്കാണ് കോടതി കടന്നുകയറിയതെന്നും കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു. ഗവർണർക്ക് വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ബില്ലുകൾക്ക് അനുമതി നൽകാൻ സുപ്രീം കോടതിക്ക് കഴിയില്ലെന്നും കേന്ദ്രം ഭരണഘടനാ ബെഞ്ചിനെ അറിയിച്ചു. സുപ്രീം കോടതി വിധിയിൽ ഭരണഘടനാ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് ഭരണഘടനാ ബെഞ്ചിന്റെ തലവൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി വ്യക്തമാക്കി. 24 ഡൽഹി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലേക്ക് തിരികെത്തുന്നു. ചികിത്സയ്ക്കായി ചെന്നൈയിലെത്തിയ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് സുഹൃത്തുക്കളും ആരാധകരും. കഴിഞ്ഞ 7 മാസമായി മമ്മൂട്ടി ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് എല്ലാ പരിശോധനാ ഫലങ്ങളും പുറത്തുവന്നത്. മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാൻ. നിർമ്മാതാവ് ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരത്തിന്റെ തിരിച്ചുവരവ് മലയാളികൾ അറിഞ്ഞത്. പിന്നാലെ പേഴ്സണൽ സെക്രട്ടറി ജോർജിന്റെ കുറിപ്പ്. മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് മോഹൻലാൽ. സന്തോഷമറിയിച്ച് രമേശ് പിഷാരടിയും VK ശ്രീരാമനും ഉൾപ്പെടെയുള്ള ഉറ്റ സുഹൃത്തുക്കൾ. പൂർണ്ണമായിട്ട് രോഗവിമുക്തനാണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന ഒരു ദിവസമായിരുന്നു അന്ന്. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടെസ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഇന്നാണെന്നുള്ളത് അറിയില്ല. അത് എനിക്കൊരു ഭയങ്കര അത്ഭുതമായി. അത്ഭുതം, സന്തോഷം ഒക്കെ വരില്ലേ പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമായി. കാരണം പൂർണ്ണമായിട്ട് രോഗവിമുക്തനായി എന്ന് അങ്ങേര് തന്നെ പറയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു. തിരിച്ചുവരവിനായി കുടുംബവും കാത്തിരിക്കുന്നുവെന്ന് മമ്മൂട്ടിയുടെ സഹോദരിയുടെ മകൻ അഷ്കർ സൗദാൻ. ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുകയാണ്. അടുത്ത മാസം എന്തായാലും വരും. ആ വരവൊരു വലിയ വരവായിരിക്കും. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയുള്ള വിവിധ പ്രമുഖരും മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷം പങ്കുവച്ചു. സെപ്റ്റംബറോടെ മമ്മൂട്ടി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഭാഗമായേക്കും. 24 കൊച്ചി. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു.